അതിൽ തന്നെ ഗൂഢാലോചകനായ ആളുടെ മോട്ടീവ് എന്താണെന്ന് തെളിയിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മോട്ടീവ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കണ്ണികളായിരുന്നു കാവ്യ മാധവന്റെ മൊഴി. മോട്ടീവ് തെളിയിക്കാൻ കഴിയുന്നതായിരുന്നു ദിലീപിന്റെ മൊഴി, അല്ല സിദ്ദീഖിന്റെ മൊഴി, ഇടവേള ബാബുവിന്റെ മൊഴി, ബിന്ദു പണിക്കരുടെ മൊഴി. പക്ഷെ ആ മൊഴിയെല്ലാം വിചാരണ ഘട്ടത്തിൽ അവർ മാറ്റിപ്പറയുന്നതാണ് നാം കണ്ടത്. ദിലീപിനും ഇരയ്ക്കുമിടയിൽ വൈരാഗ്യത്തിന്റെ സാധ്യതകളുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളാണ് ബിന്ദു പണിക്കരും ഭാമയും ഒപ്പം കാവ്യ മാധവനും സിദ്ദിഖുമെല്ലാം പോലീസിന് മുമ്പിലേക്ക് വെച്ചത് എങ്കിൽ പിന്നീട് അവരെല്ലാവരും ആ മൊഴി മാറ്റി പറയുകയും ദിലീപിനും ഇരയ്ക്കുമിടയിൽ വൈരാഗ്യത്തിന്റെ ഒരു സാധ്യതയും ഇല്ല എന്ന് തെളിയിക്കാൻ തക്കവണ്ണം അവർ മൊഴി മാറ്റി പറഞ്ഞു. അതുകൊണ്ട് ദിലീപിനകത്തുള്ള മോട്ടീവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കണം കോടതി കണ്ടെത്തിയിട്ടുള്ള പ്രധാന കാര്യം എന്ന് കാണാം. എന്തായാലും ദിലീപിനെ 8.5 വർഷത്തെ സങ്കീർണവും സാഹസികവുമായിട്ടുള്ള നിയമ പോരാട്ട വഴിക്കൊടുവിൽ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നിതിൻ സേവ്യർ, നിതിൻ, എന്താണ് കോടതി വിധിയുടെ വിവരങ്ങൾ? എന്താണ് കോടതിയിൽ നിന്നുള്ള ഒരു ആംബിയൻസ് എന്താണ് അവിടെ? ഈ കത്തുന്ന ആരാധകരൊക്കെ വലിയ ആഹ്ലാദ പ്രകടനം ഇവിടെ നടത്തുന്നുണ്ട് നിഷാദ്. ദിലീപിനെ വെറുതെ വിട്ട വാർത്ത പുറത്തു വന്നതുപോലെ തന്നെ ആരാധകരുടെ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ ഈ കോടതി അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദിലീപ് അനുകൂലി സത്യം ജയിച്ചു എന്നൊക്കെയാണ് ദിലീപിന്റെ ആരാധകർ, ദിലീപ് മാധ്യമ ഗൂഢാലോചനയുടെ ഇരയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ദിലീപിന്റെ വാഹനമൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ദിലീപ് കുറ്റവിമുക്തനായതോടെ ദിലീപിന് തിരികെ വീട്ടിലേക്ക് മടങ്ങാം. ജയിലിലേക്കാണോ വീട്ടിലേക്കാണോ ദിലീപ് തിരികെ പോവുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ദിലീപിന്റെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. ദിലീപ് തിരികെ പോകാനായി ദിലീപിന്റെ വാഹനമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യമാണ് ഇപ്പോൾ റദ്ദാക്കി അവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ദിലീപ് കുറ്റക്കാരനല്ല. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല, പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചില്ല എന്നാണ് ഈ കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിലീപ് എങ്ങോട്ടായിരിക്കും? ഈ ആലുവയിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ദിലീപ് ജയിലിലേക്കാകുമോ, തിരികെ ആലുവയിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്താനാകുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നതിലും ദിലീപ് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ മടങ്ങുന്നു. ദിലീപ് ഈ ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന തെളിയിക്കാനായില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ദിലീപാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്ന് തെളിയിക്കാൻ ആകുന്നില്ല. ഇവിടെ ദിലീപ് ആരാധകരുടെ വലിയ സന്തോഷമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ ദിലീപ് ആരാധകരുടെ ലഡു വിതരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവർ ഇവിടെ ലഡു വിതരണം ചെയ്തും വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയുമൊക്കെ ഇവിടെ എല്ലാവർക്കും ലഡുവൊക്കെ ദിലീപിൻ്റെ ആരാധകർ വിതരണം ചെയ്യുന്നുണ്ട്. അവർ വലിയ സന്തോഷത്തിലാണ്. അവർ ഈ ലഡുവൊക്കെ ആയി തന്നെയാണ് വന്നത്. പക്ഷേ ദിലീപിനെ വെറുതെ വിടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ലഡുവൊക്കെ ആയിട്ടാണ് ദിലീപിൻ്റെ ആരാധകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏതായാലും 12-ാം തീയതി ശിക്ഷാവിധിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12-ാം തീയതി ശിക്ഷാവിധി. കേസിൽ ആദ്യ 6 പ്രതികളെ കുറ്റം തെളിയിക്കപ്പെട്ട കുറ്റക്കാരാണെന്ന് കണ്ടെത്തപ്പെട്ട ആദ്യ 6 പ്രതികളുടെ ശിക്ഷാവിധി 12-ാം തീയതിയാണ് എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. 12-ാം തീയതി ഈ കേസിൽ ശിക്ഷാവിധി നടത്തും. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ഉടൻ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ കസ്റ്റഡിയിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞു. അവരുടെ ജാമ്യം റദ്ദാക്കി അവരെ കസ്റ്റഡിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇവരെ ജയിലിലേക്ക് മാറ്റും, സബ് ജയിലിലേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിലീപിനെ ഒപ്പം തന്നെ ചാർലി തോമസ്, 7-ാം പ്രതിയായിരുന്ന ചാർലി തോമസ്, 9-ാം പ്രതിയായിരുന്ന മേസ്തിരി സനിൽ, 10-ാം പ്രതിയായ ശരത് ജീഞ്ഞാർ, ഈ കേസിലെ VIP എന്ന് പേര് കേട്ട ദിലീപിന്റെ ഉറ്റ സുഹൃത്തായ ശരത്തിനെയും ഈ ശരത് ജീഞ്ഞാർ 10-ാം പ്രതിയായ ശരത്തിനെയും ഈ കേസിൽ കോടതി വെറുതെ വിടുകയാണ്. അപ്പോൾ ഈ സംഭവത്തിന് സംഭവ സമയം